നേപ്പാളിൽ വന്ന് ഇപ്പോഴത്തെ ഈ കലാപം കൊണ്ട് ഒരേ സമയം ചൈനയ്ക്കും ഇന്ത്യക്കും ചെക്ക് വയ്ക്കുന്ന പരിപാടിയാണ്. അമേരിക്കയുടെ ഇടപെടലുണ്ട് അവിടെ. തീർച്ചയായിട്ടും അമേരിക്കയുടെ ഇടപെടൽ ഇല്ലാതെ നടക്കില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപുലേഖ് എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റ് വഴി ഇപ്പൊ ഇന്ത്യ ചൈന ട്രേഡ് നടക്കാനായിട്ട് ഇതുണ്ടായിരുന്നു. അതിന്റെ അകത്ത് നേപ്പാൾ അവിടെ ഒരു ക്ലെയിം ഉള്ള ഒരു സ്ഥലമാണ് ലിപുലേഖ്. ആ ക്ലെയിമിനെ ഓൾമോസ്റ്റ് അവഗണിച്ചുകൊണ്ടാണ് ഇപ്പൊ ചൈനയും ഇന്ത്യയുമായിട്ട് ലിപുലേഖ് വഴിയുള്ള, അതായത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഔട്ട് പോസ്റ്റ് വഴിയാണ് കരമാർഗമുള്ള ട്രേഡ് ഇന്ത്യയും ചൈനയും കൂടെ തുറക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ലിപുലേഖ്. നേപ്പാൾ അതിർത്തിയും കൂടെയാണ്. ഇന്ത്യ നേപ്പാൾ ചൈന അതിർത്തിയാണ്, ചൈന അല്ല ടിബറ്റ് അതിർത്തിയാണ് ലിപുലേഖ്. അതിന്റെ ബാക്കിയായിട്ടാണ് ഇപ്പോ ഈ പ്രക്ഷോഭം കൂടെ വന്നിരിക്കുന്നത് എന്ന് വേണം പറയാനായിട്ട്. കാരണവുമുണ്ട്. നേപ്പാളിൽ ഇപ്പോൾ ഉള്ള പ്രോ കമ്മ്യൂണിസ്റ്റ് നക്സലൈറ്റ് സർക്കാരിനെ അല്ലെങ്കിൽ മാവോയിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കി കഴിഞ്ഞിട്ട് അമേരിക്കൻ പാവ സർക്കാരിനെ അവിടെ വെച്ചിട്ട് വേണം ആ നേപ്പാളിനെ ഒരു ഗാസയാക്കി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയ്ക്ക് കൊണ്ട് നിർത്താനായിട്ട്. അതാണ് അമേരിക്കയുടെ താല്പര്യം. വളരെ സിമ്പിളാണ്. ബംഗ്ലാദേശിലൊരു പാവ, നേപ്പാളിലൊരു പാവ, ഇത് രണ്ടും ഗാസയാണ്. അപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ ഒരു പാവ, പടിഞ്ഞാറ്, ഇപ്പുറത്ത് വടക്ക് കിഴക്ക് രണ്ട് പാവമാരായി. ഇപ്പൊ ബംഗ്ലാദേശ്, നേപ്പാള്. എങ്ങനെയുണ്ട്? രസല്ലേ? അതെ.